കേരള കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ എ ഫിലിപ്പ്, മുസ്ലിം ലീഗിന്റെ ജില്ലാ ഉപാധ്യക്ഷൻ ഇബ്രാഹിം മുണ്ടേരി, കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബഹുമാനും ആദരണീയനുമായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി സോണി സെബാസ്റ്റ്യൻ, SNDP യൂണിയന്റെ ഇരിട്ടി താലൂക്ക് സെക്രട്ടറി PM ബാബു ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം കുറെ വർഷമായി ഈ മലയോര മേഖലയിൽ വന്യമൃഗ ശല്യം കൊണ്ട് മനുഷ്യജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നു. നമ്മളെ ആർളം ഫാമിലെ 2004 കേന്ദ്ര ഗവൺമെന്റ് ആദിവാസികൾക്ക് വീട് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സമരത്തിന്റെ ഭാഗമായി 70,000 ഏക്കറുള്ള ആർളം ഫാം 3,500 ഏക്കർ ആദിവാസി പുനരധിവാസ മേഖലയ്ക്ക് വിട്ടുകൊടുക്കുകയും അവിടെ 2000-ഓളം വീടുകൾ വെച്ചുകൊണ്ട് ആദിവാസികൾ അവിടെ താമസിച്ച് മുന്നോട്ട് പോകുന്ന മേഖലയാണ്. അപ്പം ആദിവാസി മേഖലയിൽ കാട്ടാനിയും മറ്റ് മൃഗങ്ങളും തമ്പടിച്ചുകൊണ്ട് കർഷകരെയും ആദിവാസികളെയും കൊല ചെയ്യുന്ന സാഹചര്യമുണ്ടായപ്പോൾ അന്നത്തെ UDF-ന്റെ ഗവൺമെന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ആയ കാലഘട്ടത്തിലാണ് കേരള മേഖലയിൽ മതിൽ നിർമ്മിച്ചുകൊണ്ട് ആ മതിൽ നിർമ്മിച്ച് ഒരു പരിധിവരെ കാട്ടാനെയും വന്യമൃഗങ്ങളും ഉൾപ്പെടെയില്ല ജീവികൾ ജനവാസ മേഖലയിൽ ഇറങ്ങാനുള്ള സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 2014 മുതൽ 2025 വരെ ആർളം ഫാമിൽ മാത്രം 14,000 14 മനുഷ്യ ജീവനുകളാണ് 2017 മുതൽ 2025 വരെ 12 മനുഷ്യജീവനാണ് ഈ മലയോര മേഖലയിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ മലയോരത്തിന്റെ MLA കേരള നിയമത്തിൽ വന്നതോടുകൂടി നമുക്കറിയാം സണ്ണി ജോസഫ് ഒരു കർഷക പുത്രനായി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ, നമുക്കറിയാം കാർഷിക പ്രവൃത്തിയിൽ ഏർപ്പെടുത്തി രാഷ്ട്രീയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോയ ഒരു കർഷക പുത്രൻ ഈ മലയോര മേഖലയിൽ ഒരു പ്രതിനിധിയായി കടന്നു വന്നതോടുകൂടി അദ്ദേഹം കർഷകരുടെ വികാരമറിയാം, ആദിവാസികളുടെ മനസ്സറിയാം. ആ ആദിവാസികളുടെ വിഷയങ്ങൾ നിരന്തരമായി നിയമസഭയിൽ ഉന്നയിച്ചിട്ടും ശാശ്വത പരിഹാരം കാണാൻ കേരള ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എന്ന് പറയുന്നതാണ്. ഇക്കഴിഞ്ഞ ദിവസവും ആർളം ഫാമിലെ 13-ാം ബ്ലോക്കിലെ ആദിവാസികളായ കശുവണ്ടി പറക്കൂ പോയി തിരിച്ചു വന്നിരിക്കുന്ന വെള്ളിയും നീലിയും ഇവിടെ അതിദാരുണമായി മരണപ്പെടാനുണ്ടായ കാരണം.
MLA പല പ്രാവശ്യവും പറഞ്ഞു ഈ വന്യജീവി അക്രമത്തിനെതിരെ ആനമതിലിന്റെ നിർമ്മാണം പൂർത്തിയാക്കണം, ഫെൻസിംഗ് നടപ്പിലാക്കണം എന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും അതൊക്കെ നടപ്പിലാക്കാൻ വൈമനസ്യം കാണിക്കുന്ന ഒരു ഗവൺമെന്റായി ഈ ഗവൺമെന്റ് മാറിയിരിക്കുകയാണ്. നമുക്കറിയാം 2023 സെപ്റ്റംബർ മാസം 30 ആർളം ഫാമിൽ പുനരധിവാസ മേഖലയിൽ ആനമതിൽ നിർമ്മിക്കാൻ തീരുമാനമെടുത്ത് ഉദ്ഘാടനം ചെയ്തത്. 2024 സെപ്റ്റംബർ 24 ആനമതിലിന്റെ പ്രവൃത്തി പൂർത്തിയാക്കുമെന്നാണ് ഉദ്ഘാടനത്തിന് വന്ന മന്ത്രി, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള വനംവകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പറഞ്ഞത്. എന്നാൽ വർഷം 2 2 വർഷമായിട്ടും 4 കിലോമീറ്റർ മാത്രമേ ആദിവാസി മേഖലയിൽ ആ 10.30 കിലോമീറ്റർ നീളത്തിൽ ചുറ്റുമതിൽ കെട്ടേണ്ട ആനമതിൽ കെട്ടേണ്ട ആ പ്രദേശത്ത് 3-4 മീറ്റർ മാത്രമേ ആനമതിലിന്റെ പ്രവൃത്തി പൂർത്തിയായിട്ടുള്ളൂ. മാത്രമാണോ ബാക്കി വരുന്ന മേഖലയിൽ 4 കിലോമീറ്ററിലെ മരങ്ങൾ പോലും മുറിച്ചു മാറ്റാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ ആദിവാസികളോടും കർഷകരോടും അവർക്കുള്ള സമീപനം എന്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഈ അവസ്ഥയാണ്. നിരന്തരമായി ഓരോ കൊലപാതകം നടക്കുന്നു. ആനകൾ കുട്ടികൾ സ്കൂൾ പോകുന്ന സാഹചര്യം ആദിവാസി മേഖലയിൽ ഉണ്ടാകുന്നു. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ശേഖരിക്കാൻ പോകുന്ന സാഹചര്യം ആർളഭാവ ഉൾപ്പെടെയുള്ള മലയോര മേഖലയിൽ ഉണ്ടാകുന്നു. ഇത്രയും വിഷയങ്ങൾ നിരന്തരമായി ഈ ഗവൺമെന്റ് വന്നപ്പോൾ തന്നെ 2 അടിയന്തര പ്രമേയവും 10-ലധികം ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ട് നമ്മുടെ ബഹുമാനും ആദരണീയവുമായ MLA നിരന്തരമായും ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഇതൊക്കെ പെടുത്തിയിട്ടും കണ്ടവം നടിക്കാതെ പോകുന്ന ഒരു സർക്കാരായി ഈ സർക്കാർ മാറിയിരിക്കുന്നു. ഒരു നടപടിയുമില്ല. കഴിഞ്ഞ 2 മാസം മുമ്പ് വരെ നിലമ്പൂരിന്റെ MLA ആയിരുന്ന PV അംബർ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു, നിയമസഭയിൽ കർഷകർക്ക് വേണ്ടി വനമേഖലയിൽ താമസിക്കുന്ന ആളുകൾക്ക് വേണ്ടി നിരന്തരമായി സണ്ണി ജോസഫ് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ജനങ്ങൾക്കും കർഷകർക്കും വേണ്ടി ആദിവാസികൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന 140 MLA-മാരിൽ പ്രമുഖനായ ഒരു MLA ആണ് സണ്ണി ജോസഫ്. ആ സണ്ണി ജോസഫ് നിരന്തരമായി ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണാൻ ചെറുവിരലനക്കാത്ത ഒരു ഗവൺമെന്റാണ് പിണറായി സർക്കാരിന്റെ ഗവൺമെന്റ്. നമുക്കറിയാം ആർള ഫാമിൽ ഇപ്പോൾ 2 മരണമുണ്ടായല്ലോ. ആ 2 മരണമുണ്ടായപ്പോൾ അവിടെ താമസിക്കുന്ന ആളുകളുടെ വികാരം ഞങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. ആദിവാസികൾ ഉൾപ്പെടെ ആളുകൾ പറഞ്ഞു, നിങ്ങൾ രാഷ്ട്രീയക്കാർ ഇവിടെ കടന്നു വരണ്ട, ഇവിടെ ജനപ്രതിനിധികൾ കടന്നു വരണ്ട, ഞങ്ങൾ മരിച്ചാൽ മാത്രമേ നിങ്ങൾ കടന്നു വന്നാൽ മതിയോ? നിങ്ങൾ തീരുമാനമുണ്ടാക്കുന്നില്ല, അതുകൊണ്ട് മരിച്ച ആളുകളുടെ ബോഡി ഞങ്ങൾക്കും കാണണ്ട, നിങ്ങൾ എന്തോ ചെയ്തോ? ഈ മരിച്ച ആളുകളുടെ മുഖം പോലും ആന ചവിട്ടി മരിച്ചിരിക്കുകയാണ്, കൊടലുകൾ കുത്തിക്കേറിയിരിക്കുന്നു. അങ്ങനെയല്ല, ആളുകളുടെ ബോഡി പോലും പോസ്റ്റ്മോർട്ടത്തിന് വിട്ടുകൊടുക്കാൻ പോലും അവർ തയ്യാറായിട്ടില്ല. ഗവൺമെന്റിന്റെ ഭാഗത്ത് തീരുമാനമുണ്ടാകണം. അതാണ് അവിടെ താമസിക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ ആവശ്യം. ആ ആവശ്യത്തിന്റെ മേൽ പകച്ചു നിൽക്കാനേ നേതാക്കന്മാർക്ക് സാധിച്ചുള്ളൂ. MLA ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ നിരന്തരമായി അവിടുത്തെ വിഷയങ്ങൾക്ക് ഇടപെടുന്ന സണ്ണി ജോസഫ് MLA ഉൾപ്പെടെയുള്ള ആളുകൾ മന്ത്രിയെ വിളിച്ചു, DFOനെ വിളിച്ചു, വൈദ്യുതിയിലേക്ക് DFO ഒക്കെ വിളിച്ചപ്പോഴും അവരൊക്കെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള സമീപനമാണ് ഉണ്ടായത്. അവസാന നിമിഷം മാത്രമേ വനം വകുപ്പ് മന്ത്രി പറഞ്ഞു, നാളെ ഞാൻ വരാം, നാളെ ഞാൻ വന്ന് ചർച്ച ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഇത് മുന്നോട്ട് പോയി. പിറ്റേ ദിവസം വന്നു, 3 മണിക്ക് വന്നു, ചർച്ച നടത്തി. പതിവ് പോലെ ആനമതിൽ വേഗത്തിൽ നിർമ്മിക്കുമെന്ന് പറഞ്ഞതല്ലാതെ
നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. കർഷകർക്ക് വേണ്ടി ഒരു നിലപാടുമില്ലാതെ ഒരു ഗവൺമെന്റായി ഈ ഗവൺമെന്റ് മാറിയ സ്ഥിതിക്ക് നമ്മുടെ ബഹുമാനായ MLA കർഷകർക്കും ആദിവാസികൾക്കും വനമേഖലയിലുള്ള ആളുകൾക്കും വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള സമരമായി കടന്നു വന്നിട്ടുള്ളത്. നമ്മുടെ MLA ഈ നാട്ടിലെ നമുക്കറിയാം പേരാവൂർ നിയോജകമണ്ഡലത്തിൽ മാത്രം ഒതുങ്ങുന്ന വിഷയത്തിലേക്കല്ല MLA ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കാറുള്ളത്. നമുക്കറിയാം കേരളത്തിലെ കർഷകരുടെയും ആദിവാസികളുടെയും എല്ലാ വിഷയങ്ങൾക്കും സംസാരിക്കുന്ന എല്ലാ വിഷയങ്ങളും ഏറ്റെടുത്ത് സംസാരിക്കുന്ന ബഹുമാനം ആദരണീയനായ MLA നടത്തുന്ന ഈ ഉപവാസ സമരം ഇവിടെ ആരംഭിക്കുകയാണ്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നുപോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ കർത്തവ്യം ഈ ചടങ്ങിന് സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഈ ഉപവാസ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനം ആദരണീയനായ MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനെ ഈ ഉപവാസ സമരത്തിലേക്ക് വേണ്ടിയാണ് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലെ കർഷകരുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഭൂമിയിൽ താമസിക്കുന്ന ആളുകളുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നിരന്തരം ശബ്ദമുയർത്തുന്ന നമുക്കറിയാം വന ഭേദഗതി നിയമം നടപ്പിലാക്കുമെന്ന് കേരളത്തിലെ വനവകുപ്പ് മന്ത്രി ഒരു സർക്കുലർ പുറപ്പെടുവിച്ചപ്പോൾ ആ വന ഭേദഗതി നിയമത്തിൽ കർഷകരെയും ആദിവാസികളെയും ദ്രോഹിക്കുന്ന പല തീരുമാനങ്ങളും അതിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഫോറസ്റ്റ് അധികാരികൾക്ക് പോലീസിന്റെ അധികാരം കൊടുക്കുന്ന തീരുമാനങ്ങൾ അതിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരെ അതിശക്തമായ രീതിയിൽ പ്രസ്താവന നടത്തി ഗവൺമെന്റിനെ കൊണ്ട് ആ നിയമം റദ്ദ് ചെയ്യിപ്പിക്കാൻ നേതൃത്വം കൊടുക്കുന്ന കർഷകരുടെ ശബ്ദമായ നമ്മളുടെ ബഹുമാനും ആദരണീയനുമായ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാപ്പാനിയാണ് ഈ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പേരാവൂരിലെ മലയോരത്തിന്റെ മുഴുവൻ കർഷകർക്കും ജനങ്ങൾക്കും വേണ്ടി ഈ പരിപാടിയിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. KPCCയുടെ ജനറൽ സെക്രട്ടറി ബഹുമാനായ അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന്റെ ഈ സമരത്തിന്റെ അധ്യക്ഷൻ പേരാവൂർ നിയോജകമണ്ഡലം UDFന്റെ കൺവീനറും ജില്ലാ മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റുമായ ഇബ്രാഹിം മുട്ടേരി സാഹിബിനെ ഈ യോഗത്തിലേക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. കേരള കോൺഗ്രസ് ജോസഫിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KA ഫിലിപ്പിനെ ഈ പരിപാടിയിലേക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. കേരള കോൺഗ്രസ് ജോസഫിന്റെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോജർ സബാസിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. SNDP ഇടുക്കി യൂണിയന്റെ സെക്രട്ടറി PM ബാബുവിനെ ഈ ഉപവാസ സമരത്തിലേക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. വികാരി ജനറൽ തലശ്ശേരി അതിരൂപതയുടെ ഫാദർ സിബി പാലക്കുഴിയെ ഈ ഉപവാസ സമരവേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ സുധി ജെയിംസ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാർ VT തോമസ്, ജെയ്സൺ കാരക്കാട്, PC രാമകൃഷ്ണൻ, വൈജു വർഗീസ്, സാജു യോമസ്, സേവാദൽ അഖിലേന്ത്യാ ഓർഗനൈസർ C അഷറഫ്, DCC ജനറൽ സെക്രട്ടറി ബെന്നി തോമസ്, DCC ജനറൽ സെക്രട്ടറി ബേബി തോലാനി, മുസ്ലിം ലീഗിന്റെ പേരാവൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് MM മജീദ്, നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ഒമാൻ ഹംസ, മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീജ മഠത്തിൽ, അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് കുര്യാറ്റം പൈപ്പള്ളിക്കുന്നേൽ, കൊട്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റോയ് നമ്പടാകം, കർഷക കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ജോസ് കോമുല, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ബിജു പുളിയന്തൊട്ടിയിൽ,
കർഷക സമര നായകൻ കൂടിയായ അഡ്വക്കേറ്റ് ബിനോയ് തോമസ്, INTUC-യുടെ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് പാത്തോട്ടം ഉൾപ്പെടെയുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെയും ഘടകകക്ഷികളുടെയും മുഴുവൻ നേതാക്കന്മാരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത കേരള കോൺഗ്രസിന്റെ അനൂപ് ജേക്കബ് വിഭാഗത്തിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ് മാത്തുക്കുട്ടി പ്രാന്തപ്ലാക്കലിനെ ഈ യോഗത്തിലേക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ ഈ ഉപവാസ സമരത്തിൽ പങ്കെടുത്ത യൂത്ത് കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ് നിതിൻ നടുവിനാടിനെ യോഗത്തിലേക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ ജനപ്രതിനിധികളെയും പാർട്ടിയുടെ മുഴുവൻ ഭാരവാഹികളെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ബൈജു വർഗീസ്, മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി നിയോജകമണ്ഡലം സെക്രട്ടറി അമ്പാൻ അംസ ഉൾപ്പെടെ മുഴുവൻ നേതാക്കന്മാരെയും ഈ പരിപാടിയിലേക്ക് വേണ്ടി ഈ ഉപവാസ സമരത്തിലേക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന്റെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് നേതാവ് ഇബ്രാഹിം കുട്ടി സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ സന്നിഹിതരായ നേതാക്കളെ, ആദരണീയരായ നാട്ടുകാരെ, ഈ മലയോര മേഖലയുടെ മനസ്സറിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട MLA ഒരു ദിവസം ഉപവാസം അനുഷ്ഠിക്കുന്നത് ഈ മലയോര മേഖലയിലുള്ള സാധാരണ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ലഭിക്കണമെന്ന ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് ഈ ഉപവാസ സമരം ഇവിടെ നടത്തുന്നത്. ആ സമരത്തിന്റെ ഉദ്ഘാടനത്തിന് രാവിലെ തന്നെ ഒരുപാട് പരിപാടികൾക്കിടയിൽ സമയം കണ്ടെത്തി മലയോര മേഖലയിൽ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ കുടുംബാംഗം കൂടിയായ പ്രിയപ്പെട്ട തലശ്ശേരി അതിരൂപതയുടെ ബഹുമാനപ്പെട്ട പിതാവ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആദരപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ഈ ഉപവാസ സമരത്തിന്റെ അധ്യക്ഷത അലങ്കരിക്കുന്ന ആദരണീയനായ ഇബ്രാഹിം മുണ്ടേരി അവர்கள் ഇവിടെ ഉപവാസ സമരത്തിലൂടെ സർക്കാരിന്റെ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുന്ന പേരാവൂരിന്റെ ജനപ്രതിനിധി ആദരണീയനായ നമ്മുടെ MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് സാർ, വേദിയിലും അതുപോലെ സദസ്സിലുമായിരിക്കുന്ന ആദരണീയരായ നേതാക്കന്മാരെ, ജനപ്രതിനിധികളെ, സാമുദായിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെ, നാം ഇവിടെ ഒരുമിച്ച് കൂടിയതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങള് ഇതിനോടകം നമുക്കെല്ലാവർക്കും അറിയാം. പ്രസംഗിക്കുവാൻ വാക്കുകൾ അപര്യാപ്തമാകുന്ന അഥവാ പ്രസംഗിച്ചിട്ട് എന്ത് പ്രയോജനം എന്ന് ചിന്തിക്കാൻ തക്ക വിധത്തില് കടുത്ത ദുഃഖത്തിന്റെയും നിരാശയുടെയും വാക്കിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി മുതിരുന്നത്. കാരണം ഈ ഒരു വിഷയത്തെ കുറിച്ച് ആറളം ഫാമില് ഓരോ ആദിവാസി സഹോദരനും ആനയുടെ കലിയുടെ കീഴിൽ ദയനീയമായി ചവിട്ടിയരയ്ക്കപ്പെട്ടപ്പോൾ കഴിഞ്ഞ 14 ജീവനുകൾ പൊലിഞ്ഞപ്പോഴും
നാം ഇങ്ങനെ സമരം ചെയ്തതാണ്. നാം ഈ സങ്കടങ്ങൾ ഉത്തരവാദപ്പെട്ടവരുടെ മുമ്പിൽ അറിയിച്ചതാണ്. പക്ഷേ അവയ്ക്ക് എന്ത് വില കിട്ടി എന്നുള്ളത് നാം തിരിച്ചറിയുന്ന വസ്തുതയാണ്. ഓർക്കുക, അത് കേന്ദ്ര സർക്കാരിന്റെ വന്യജീവി സംരക്ഷണ നിയമങ്ങളാകട്ടെ, സംസ്ഥാന സർക്കാരിന്റെ നിയമങ്ങളാകട്ടെ, ഇവയൊക്കെയും ഇവിടുത്തെ വന്യമൃഗങ്ങളെയും വനം വകുപ്പിന്റെ ഇഷ്ടാനിഷ്ടങ്ങളെയും സംരക്ഷിക്കുന്നതിനപ്പുറത്ത് ഇവിടുത്തെ സാധാരണക്കാരന്റെ ജീവിക്കാനുള്ള അവകാശത്തെ സംരക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരവും ദുഃഖകരവുമായ സത്യം. നമുക്കോർത്ത് നോക്കാം പ്രിയപ്പെട്ടവരെ, ഈ വനനിയമങ്ങൾ മൂലം, വന്യജീവി സംരക്ഷണ നിയമങ്ങൾ മൂലം സംഭവിച്ചിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ ആനയ്ക്കും കടുവായ്ക്കും പുലിക്കും കാട്ടുപന്നിക്കും കുരങ്ങിനും മയിലിനും അവകാശങ്ങളുണ്ട്. ഈ മലയോര ദേശത്ത് അവകാശങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഇവിടെ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഇവിടുത്തെ ആദിവാസികളും മലയോര കർഷകരും മാത്രമാണ് എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ സത്യമെന്ന് നാം തിരിച്ചറിയണം. മലയോര കർഷകർക്ക്, ഇവിടെ ജീവിക്കുന്ന ആദിവാസി സഹോദരങ്ങൾക്ക് അവകാശങ്ങളൊന്നുമില്ല. അവരെ സർക്കാർ കരുതുന്നത് ഇവിടുത്തെ വന്യമൃഗങ്ങൾക്ക് ഭക്ഷിച്ചു തീർക്കാനുള്ള കേവലം ഇരകൾ മാത്രമായിട്ടാണ് എന്ന് ആരെങ്കിലും ചിന്തിച്ചാല് കുറ്റപ്പെടുത്താനാവുമോ? ഇവിടുത്തെ കാലഹരണപ്പെട്ട വന്യജീവി സംരക്ഷണ നിയമങ്ങൾ പരിഷ്കരിക്കണമെന്ന്, ആ നിയമങ്ങളുടെ പിൻബലത്തില് ഇവിടെ സാധാരണക്കാരന് ജീവിക്കാനാവില്ല എന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയെ പോലും നേരിൽ കണ്ട് സംസാരിച്ചതാണ് ഞങ്ങള്. സംസ്ഥാന സർക്കാരിന്റെ ദൃഷ്ടിയില് ഈ സങ്കടങ്ങൾ പലവട്ടം ഞങ്ങൾ കൊണ്ടുവന്നതാണ്. എന്നാൽ അതിനൊന്നും യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ കാട്ടുമൃഗങ്ങൾക്കും സർക്കാരിനും കർഷകരോട് ഒരേ മനോഭാവമാണ് എന്ന് പറയാൻ എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതില്ല. കാരണം ഇത് അങ്ങേയറ്റം സങ്കടകരമാണ്. എങ്ങനെ മലയോര കർഷകന്റെ ഉപജീവനം പൊട്ടിക്കാം, അവനെ ഇവിടെ ഇല്ലാതാക്കാം എന്നുള്ളത് വന്യമൃഗങ്ങൾ മാത്രമല്ല, സർക്കാരും ചിന്തിക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. പ്രിയപ്പെട്ടവരെ, വൻകിട കുത്തക സംരംഭങ്ങള് നൽകുന്ന കാർബൺ ഫണ്ട് എന്ന മോഹന പ്രലോഭനത്തിന് മുൻപില് പലരും മയങ്ങിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വനവിസ്തൃതി വർദ്ധിപ്പിച്ചുകൊണ്ട് മലയോര കർഷകരെ നിശബ്ദമായി കുടിയിറക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം നടക്കുന്നുണ്ട്. മലയോരത്തിന്റെ മലമടക്കുകളിൽ നിന്ന് ഒരായുസ് മുഴുവനും അധ്വാനിച്ച കൃഷിഭൂമി ഉപേക്ഷിച്ചുകൊണ്ട് നൂറല്ല ആയിരക്കണക്കിന് മനുഷ്യരെ കുടിയിറങ്ങാൻ നിർബന്ധിതരാകുന്ന, അതിന് അവരെ നിർബന്ധിതരാകാൻ തക്ക വിധത്തില് വന്യമൃഗങ്ങളെ നിർബാധം ഈ കൃഷിഭൂമിയിലേക്ക് കയറൂരി വിട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇത് കേവലം ഏതെങ്കിലും ഒരു സർക്കാരിനോടോ രാഷ്ട്രീയപരമായ നിലപാടോ അല്ല ഞാൻ പറയുന്നത്. ഇവിടുത്തെ മലയോര കർഷകരില് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമുണ്ട്, എല്ലാ മതവിഭാഗങ്ങളുമുണ്ട്, മതമില്ലാത്ത മനുഷ്യരുമുണ്ട്. അവരെല്ലാവരുടെയും സങ്കടങ്ങളാണ് ഞങ്ങളിവിടെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വയ്ക്കുന്നത്. ഇവിടെ കുടിയേറ്റ കർഷകനെ കുടിയേറ്റ മണ്ണിൽ നിന്ന് കുടിയിറക്കുന്നതിന് വേണ്ടിയുള്ള സംഘടിതമായൊരു ശ്രമം, അത് കാർബൺ ഫണ്ട് കൈപ്പറ്റുന്നതിന് വേണ്ടി കുടിയേറ്റ കർഷകനെ പടിയിറക്കി പിണ്ടം വെച്ച് ആ പ്രദേശം മുഴുവനും വനഭൂമിയാക്കി മാറ്റാനുള്ള ഒരു ശ്രമം സംഘാതമായി നടക്കുന്നു എന്ന് സംശയിക്കാൻ പോരുന്ന എല്ലാ സാഹചര്യങ്ങളും ഇവിടെ നിലവിലുണ്ട്. നമുക്ക് ഈ ആറളത്തെ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളിലേക്ക് തന്നെ വരാം.
പ്രിയപ്പെട്ടവരെ, 16 ആദിവാസികളുടെ ജീവനാണ് ഇവിടെ കാട്ടാനയുടെ കലിക്ക് മുന്നില് ഇല്ലാതായത് എന്ന് തിരിച്ചറിയണം. അതായത് ഈ ആദിവാസികള് അവരുടേതായ ആവാസ വ്യവസ്ഥയിൽ സ്വസ്ഥമായി ജീവിച്ചുകൊണ്ടിരിക്കവേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുൻകൈയെടുത്താണ് ആറളം ഫാമിലേക്ക് അവരെ ക്ഷണിച്ചു വരുത്തിയത്, അവിടെ കുടിയിരുത്തിയത് എന്ന സത്യം നമ്മൾ ഓർക്കുക. ഈ ആറളം ഫാമിൽ ആദിവാസികൾക്ക് പതിച്ചു നൽകിയ സർക്കാര് അവരെ കൊലയ്ക്ക് കൊടുക്കാനുള്ള തീട്ടൂരമാണോ നൽകിയത് എന്ന് ന്യായമായും നാം സംശയിക്കേണ്ടി വരും. കാരണം ഇത്രയും ആദിവാസികളുടെ ജീവൻ പൊലിഞ്ഞിട്ട് ചെറുവിരല് പോലും അനക്കാൻ സർക്കാര്, അത് കേരളം ഭരിക്കുന്ന സർക്കാരാകട്ടെ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരാകട്ടെ സന്നദ്ധമായിട്ടില്ല. കേവലം ഏതെങ്കിലും ഒരു മുന്നണിയെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയെയോ അല്ല ഞാൻ പറയുന്നത്. എല്ലാവർക്കും ആത്യന്തികമായി ഈ മലയോര കർഷകനോടുള്ള മനോഭാവം എന്ത് എന്ന് ഞങ്ങൾ പലവട്ടം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ആ മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവര്, ഈ ആദിവാസികളെ ഇവിടെ കുടിയിരുത്തിയ സർക്കാരിന് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് അങ്ങേയറ്റത്തെ കൃത്യവിലോപമല്ലേ എന്ന് ഉത്തരവാദപ്പെട്ടവർ ആത്മശോധന ചെയ്യണം. ഈ നാളുകളിൽ കൊല്ലപ്പെട്ട നമ്മുടെ പ്രിയ സഹോദരങ്ങളായ വെള്ളയും ലീലയും അതേതെങ്കിലും വനത്തിൽ കയറി വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോൾ അല്ല കൊല്ലപ്പെട്ടത്, മറിച്ച് സർക്കാർ അവർക്ക് പതിച്ചു നൽകിയ മണ്ണിൽ ജീവിക്കുമ്പോൾ അവിടുത്തെ കാർഷിക വിഭവങ്ങൾ ശേഖരിക്കുന്നതിനിടയിലാണ് കാട്ടാനയുടെ ക്രൂര വിനോദത്തിന് ആ സഹോദരങ്ങൾ ഇരയായത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ആരുടെയും ജീവൻ ഇവിടെ സുരക്ഷിതമല്ല. ഈ ഇരിട്ടി പട്ടണത്തിൽ ഇരിക്കുന്നവര് പോലും വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് സുരക്ഷിതരല്ല. നമ്മുടെ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങള് ജീവനോടെ തിരിച്ചു വരുമെന്ന് ഒരപ്പനും അമ്മയ്ക്കും ഉറപ്പില്ലാത്ത വിധം ഇവിടുത്തെ മലയോര കർഷകർ ആശങ്കയിലാണ്. സാധനം മേടിക്കാൻ അങ്ങാടിയിൽ പോയ കുടുംബനാഥൻ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാത്ത അമ്മമാരാണ് ഈ മലയോര നാട്ടിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിനെ കേവലം ഒരു പ്രദേശത്തിന്റെ വിഷയമായോ ഒരു മതവിഭാഗത്തിന്റെയോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയോ വിഷയമായി ആരും എടുക്കരുത്. ഇവിടുത്തെ ലക്ഷോപലക്ഷം വരുന്ന മലയോര കർഷകർ ഭീതിയുടെ നിഴലിലാണ്, മരണഭീതിയുടെ നിഴലിലാണ്. എപ്പോഴാണ് തങ്ങൾ വന്യമൃഗങ്ങൾക്ക് ഇരയാകുന്നത് എന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥയിലാണ്. ഈ ഒരു പ്രതിസന്ധിയെ സർക്കാർ ഗൗരവപൂർവം പരിഗണിച്ചേ പറ്റൂ. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മാത്രം വിചാരിച്ചാൽ ഈ പ്രതിസന്ധികൾ തീരില്ല എന്നറിയാൻ മേലാണ്ടല്ല ഞാൻ ഈ വിഷയം സംസാരിക്കുന്നത്. കേരള സർക്കാർ മാത്രം വിചാരിച്ചാൽ ഈ പ്രതിസന്ധികളെല്ലാം തീരില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഈ ആറളം ഫാമിലെ പ്രശ്നം തീർക്കാൻ കേരള സർക്കാർ വിചാരിച്ചാൽ മതിയായിരുന്നു. 2020 ബഹുമാനപ്പെട്ട 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇവിടെ ആദിവാസികൾക്ക് സംരക്ഷണം നൽകാൻ ആനമതിലിന് നിർമ്മാണ അനുമതി നൽകി. അത് വളരെ ധീരമായ തീരുമാനമായിരുന്നു. അന്ന് ഞങ്ങൾ എല്ലാവരും അതിനെ ഇരുകൈയും നീട്ടി സ്വാഗതം ചെയ്ത വ്യക്തികളാണ്. പക്ഷേ ആ ആനമതിലിന്റെ നിർമ്മാണാനുമതി 2020 കിട്ടിയിട്ട് അത് നിർമ്മാണം ആരംഭിക്കാൻ വൈകി. കൃത്യവിലോപത്തിലെ ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്, നിർമ്മാണത്തിന് അനുവാദം നൽകുക മാത്രമല്ല, അത് ഏറ്റവും പ്രഖ്യാതമായ ഒരു കമ്പനിയെ കൊണ്ട് നിറവേറ്റാൻ അവര് തീരുമാനമെടുത്തു എന്ന് കേട്ടപ്പോൾ വീണ്ടും നമ്മൾ സന്തോഷിച്ചു. പക്ഷെ സംഭവിച്ചതെന്താ? ഒച്ചിഴയുന്ന വേഗം പോലും ഈ ആനമതിൽ നിർമ്മാണത്തിനില്ല എന്ന് മാത്രമല്ല, സർക്കാരിന് ഇക്കാര്യത്തിലുള്ള
പ്രതിബദ്ധതയുടെ കുറവിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മതിൽ നിർമ്മിക്കേണ്ട പ്രദേശങ്ങളിലെ മരങ്ങൾ മുറിച്ചു പോലും അതിനുള്ള ക്രമീകരണം ചെയ്തില്ല എന്ന് പറയുമ്പോൾ അത് കൃത്യവിലോപമല്ല എന്ന് ആർക്കാ പറയാൻ പറ്റുക? അത് കൃത്യവിലോപമാണ് എന്ന് ഞങ്ങൾ പറയുമ്പോൾ അതിൽ രാഷ്ട്രീയമില്ല, മറിച്ച് തൂമ്പായെ തൂമ്പ എന്ന് വിളിക്കാനുള്ള മലയോര കർഷകന്റെ ആർജവത്വം മാത്രമായിട്ട് അതിനെ സർക്കാർ വിലയിരുത്തും എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ്. ഈ ആനമതിലിന്റെ നിർമ്മാണം 6 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് മിനിഞ്ഞാന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട വനം മന്ത്രി വന്ന് ഉറപ്പ് നൽകി. എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടാണ് പറയാനുള്ളത്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങളിൽ രാഷ്ട്രീയപരമായി വ്യത്യസ്ത അഭിപ്രായമുള്ള വ്യക്തികളുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ നിഷ്പക്ഷമായി ചിന്തിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇച്ഛാശക്തിയോടെ വേണമെന്ന് വെച്ചാൽ നടപ്പിലാക്കാനും കഴിവുള്ള ഭരണകർത്താവായിട്ടാണ് ഞാൻ മുഖ്യമന്ത്രിയെ മനസ്സിലാക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ആത്മാർത്ഥത കാണിക്കണം. ഈ മലയോരത്തെ ആദിവാസികളുടെ ജീവനെങ്കിലും സംരക്ഷണം നൽകാൻ പര്യാപ്തമായ ഈ ആനമതിലിന്റെ നിർമ്മാണം വാഗ്ദാനം ചെയ്യപ്പെട്ട 6 മാസം എടുക്കാതെ അതിനു മുൻപേ പൂർത്തിയാക്കാൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുകളോട് ഈ യോഗം ആത്മാർത്ഥമായി ആവശ്യപ്പെടുകയാണ്. ഈ യോഗം മാത്രമല്ല, ഈ മലയോരത്തെ സകലമായ ജനതയുടെയും വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ആദരണീയനായ മുഖ്യമന്ത്രിയോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഈ ആനമതിലിന്റെ നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാൻ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. ഇനി ഒരു ആദിവാസിയുടെ ജീവൻ അവിടെ പൊലിഞ്ഞാല് ഭരണത്തിലിരിക്കാൻ ഉത്തരവാദപ്പെട്ടവർക്ക് അവകാശമില്ല. അത്രമേൽ സങ്കടത്തിലാണ്, പ്രതിഷേധത്തിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത് എന്ന് ഉത്തരവാദപ്പെട്ടവർ മനസ്സിലാക്കുക. രണ്ടാമത്തെ വിഷയമായി എനിക്ക് പറയാനുള്ളത്, ഈ വന്യമൃഗങ്ങൾ ക്രമാതീതമായി നാട്ടിൽ പെരുകുകയാണ്. ഈ വനത്തിന്റെ ആവാസ വ്യവസ്ഥിതിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന്റെ 3-4 ഇരട്ടി വന്യമൃഗങ്ങള് ഈ വനത്തിൽ പെരുകിയിരിക്കുകയാണ്. കടുവകളും പുലികളും അവയുടെ ആവാസ വ്യവസ്ഥിതിക്ക് ഉൾക്കൊള്ളാനാവാത്ത വിധം പെരുകിയതുകൊണ്ട് തമ്മിൽ കടിച്ചു കീറി ചാകുന്നതിന്റെ പത്ര റിപ്പോർട്ടുകള് അല്ലെങ്കിൽ അവയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകള് നമ്മൾ കാണുകയാണ്. ആനകളുടെ എണ്ണം പെരുകി തമ്മിൽ കുത്തി മരിക്കുന്നതിന്റെ വാർത്തകൾ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, സാമാന്യ ബുദ്ധിയുള്ള എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നത് എന്താണ്? ഇപ്രകാരം ക്രമാതീതമായി വന്യമൃഗങ്ങൾ ഒരു പ്രദേശത്ത് വളരുന്നതിന് അവര് ശാസ്ത്രീയമായ കർമ്മപദ്ധതികൾ ആവിഷ്കരിക്കും. അപ്രകാരത്തിലുള്ള യാതൊന്നും ഈ മലയോരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലെ വനങ്ങളിൽ ഒരു പഠനവും ആരും നടത്തുന്നില്ല. ശാസ്ത്രീയമായ ഒരു ഗവേഷണവും നടത്തിയിട്ടില്ല. തൽഫലമായി ക്രമാതീതമായി പെറ്റുവരികിയ ഈ വന്യമൃഗങ്ങളെ വനത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആ വനത്തിന്റെ പരിസരങ്ങളിലെ കൃഷിഭൂമികൾക്കും ഉൾക്കൊള്ളാൻ പറ്റാതെ അവ നാട്ടിൻ പ്രദേശങ്ങളിൽ നിന്ന് ടൗണുകളിലേക്ക് പോലും എത്തിപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടായി. സർക്കാർ ഇത്തരത്തിൽ അധികമായ ആനകളെ മയക്കുവെടി വെച്ച് ഈ ആനകൾ കുറവുള്ള വനങ്ങളിൽ കൊണ്ടുപോയി മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ട്. കടുവകളെയും പുലികളെയും ഇതുപോലെ സംരക്ഷിക്കേണ്ടതുണ്ട്. അവയെല്ലാം കൊന്നുകളയണമെന്നല്ല ഞങ്ങൾ നിരുത്തരവാദപരമായി പറയുന്നത്. ഇതേക്കുറിച്ച് കൃത്യമായ പഠനങ്ങൾ നടത്തി ഈ മൃഗങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ, അവയുടെ എണ്ണം ക്രമാതീതമായി പെരുകുന്നത് തടയുന്നതിന് എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാൻ പറ്റുമോ അത് ചെയ്യാൻ കഴിയേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഈ പ്രതിസന്ധികൾക്ക് യഥാർത്ഥ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ.
ഇവിടെ സർക്കാരിന്റെ നയപരമായ ചില വൈകല്യങ്ങള് മൃഗങ്ങൾ പുറത്തിറങ്ങുന്നതിന് നിമിത്തമായി എന്ന് പറയാതെ നിവൃത്തിയില്ല. ഈ വയനാട്ടിലെ മലനിരകളില്, വയനാട്ടിലെ റിസർവ് ഫോറസ്റ്റിന്റെ മരങ്ങൾ വെട്ടിയെടുത്ത് അവിടെ മുഴുവനും യൂക്കാലിത്തോട്ടങ്ങളും അക്കേഷ്യയും അവിടെ നട്ടുപിടിപ്പിച്ചത് ഇവിടുത്തെ മലയോര കർഷകരാണോ ചെയ്തത്? ഇന്നാട്ടിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വിവരദോഷമാണ്. അവിടെ വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥിതി ഇല്ലാതായി എന്ന് മാത്രമല്ല, അക്കേഷ്യയിൽ നിന്ന് എന്താണ് ഈ വന്യമൃഗങ്ങൾ ഭക്ഷിക്കാനുള്ളത്? അല്ലെങ്കിൽ യൂക്കാലി മരത്തിൽ നിന്ന് അവയ്ക്ക് എന്താണ് ലഭ്യമാകാനുള്ളത്? ഓർക്കുക, ഈ വനപാലകർ തന്നെയാണ് വന്യമൃഗങ്ങൾക്ക് വനത്തിൽ ജീവിക്കാനുള്ള ആവാസ വ്യവസ്ഥിതി നശിപ്പിച്ചു കളഞ്ഞത്. അല്ലാതെ ഇവിടുത്തെ കുടിയേറ്റ കർഷകൻ പറമ്പിൽ പ്ലാവ് നട്ടതുകൊണ്ടോ മാവ് നട്ടതുകൊണ്ടോ വാഴ നട്ടതുകൊണ്ടോ ആണ് എന്ന് തൊടുന്യായം പറയുന്നവര്, നിങ്ങൾ നിരുത്തരവാദപരമായി നടപ്പിലാക്കിയ വനനയങ്ങളിലെ വൈകല്യമാണ് ഈ അപരിഹാര്യമായ ദുരന്തത്തിന് നിമിത്തമായത് എന്ന വസ്തുത മറച്ചുവെക്കരുത്. ഞങ്ങള് മര്യാഹാരം കഴിക്കുന്നവരാണ്. എന്താണ് ഈ വനമേഖലകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് ഞങ്ങളും സാക്ഷികളാണ്. സർക്കാർ ഇങ്ങനെ യാതൊരു തത്വദീക്ഷയുമില്ലാതെ നട്ടുപിടിപ്പിച്ച ഇത്തരത്തിലുള്ള മരങ്ങളെല്ലാം വനമേഖലയിൽ നിന്ന് നീക്കി അവിടെ വന്യമൃഗങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്ന രീതിയിലുള്ള ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക. വന്യമൃഗങ്ങൾ കർഷകരെ ഉപദ്രവിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ സാധിക്കും. ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി എന്നോട് പറഞ്ഞു, പിതാവ് സംസാരിക്കുമ്പോൾ എന്റെ പ്രായമെങ്കിലും പരിഗണിക്കണമെന്ന്. ഞാൻ അദ്ദേഹത്തോട് ആദരപൂർവ്വം ബഹുമാനപ്പെട്ട മന്ത്രിയെ കുറിച്ച് യാതൊന്നും പറയുന്നില്ല. ബഹുമാനപ്പെട്ട മന്ത്രി, അങ്ങയോട് ഒരേ ഒരു കാര്യം മാത്രം ഈ ജനത അപേക്ഷിക്കുകയാണ്. അങ്ങയുടെ കീഴിലുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് പറയണം, അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വനപാലനമാണ്. അല്ലാതെ ഏതെങ്കിലും കർഷകന്റെ വീട്ടില് കാട്ടുപന്നി ഉണ്ടോ എന്നറിയാൻ വേണ്ടി അവരുടെ അടുക്കള തോറും കയറിയിറങ്ങി ചട്ടി പൊക്കി നോക്കുന്ന പണിയല്ല വനപാലകർക്കുള്ളത് എന്ന് കൃത്യമായ കർശനമായ നിർദ്ദേശം ബഹുമാനപ്പെട്ട മന്ത്രി നൽകണം. ഓന്തിനെ പിടിച്ചു, ഉടുമ്പിനെ പിടിച്ചു, മുള്ളംപന്നിയുടെ പീലി അവിടെ കണ്ടു എന്ന് പറഞ്ഞ് കർഷകനെതിരെ കേസെടുക്കാൻ വരുന്ന വനപാലകരെ നിങ്ങളോട് വ്യക്തവും കൃത്യവുമായ ഭാഷയിൽ ഞാൻ പറയുന്നു. ഈ കുടിയേറ്റ ജനതയ്ക്ക് വേണ്ടി പറയുകയാണ്. ഒരൊറ്റ കുടിയേറ്റ കർഷകന്റെയും കൃഷിഭൂമിയിൽ ഇറങ്ങി ഇനി നിങ്ങളുടെ തന്നിഷ്ടം പോലെ കർഷകരെ അറസ്റ്റ് ചെയ്യാമെന്നോ മർദ്ദിക്കാമെന്നോ ഭീഷണിപ്പെടുത്താമെന്നോ ഒരൊറ്റ വനപാലകനും ചിന്തിക്കേണ്ട, അത് അനുവദിച്ചു തരുന്ന വിഷയമില്ല. നിങ്ങൾ ഇരുളിന്റെ മറവിൽ തയ്യാറാക്കിയ വനനിയമത്തെ കാറ്റിൽ പറത്താന് ഈ കുടിയേറ്റ ജനതയുടെ ഇച്ഛാശക്തിക്ക് കഴിഞ്ഞുവെങ്കിൽ ഞങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കി ഉചിതമായി തീരുമാനമെടുക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൗമനസ്യം കാണിച്ചതിന് മുഖ്യമന്ത്രിയോടും ഈ ജനതയുടെ ആദരം ഞാൻ പങ്കുവയ്ക്കുകയാണ്. അല്ലയോ വനപാലകരെ, നിങ്ങളുടെ ഉത്തരവാദിത്വം വന്യജീവികൾ കൃഷിഭൂമിയിൽ ഇറങ്ങാതെ വനാതിർത്തിയിൽ കാവൽ നിൽക്കുകയാണ്. അല്ലാതെ ശീതീകരിച്ച മുറികളിൽ പട്ടണങ്ങളിൽ വനപാലകരുടെ ഓഫീസിലിരിക്കുന്ന സുഖനിദ്ര പോകേണ്ടവരല്ല നിങ്ങള് എന്ന സത്യം ഓർക്കുക. നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ ശരിയായി നിറവേറ്റിയിരുന്നു എങ്കിൽ ഏതെങ്കിലും ഒരു കർഷകനോ ആദിവാസിയോ ഇവിടെ ജീവൻ പൊലിയേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ള ഒരു ആശയം കൂടി, അല്ലയോ മലയോര കർഷകരെ, നിങ്ങളോട് ഞാൻ പങ്കുവെക്കുകയാണ്.
വനത്തിൽ നിന്ന് 10, 20, 30 കിലോമീറ്റർ അകലെയുള്ള കൃഷിഭൂമിയിൽ പെറ്റുവരുകുന്ന വന്യമൃഗങ്ങള് എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന പന്നിയും അതുപോലെ കുരങ്ങും മയിലും ഒന്നും ഇനിമേൽ വന്യമൃഗങ്ങളായി നമ്മൾ കരുതുന്നില്ല. അവയൊക്കെയും നമ്മുടെ പറമ്പിൽ നമ്മൾ വളർത്തുന്ന മൃഗങ്ങളാണ്. അവയുടെ മേലുള്ള അവകാശം ഇനിമേൽ കർഷകനാണ്. അതിന്റെ പേരും പറഞ്ഞ് ഒരു വനപാലകനും ഇനി കർഷകനെ പീഡിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അതിന് സംഘടിതമായ നീക്കം കർഷകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. കർഷകരുടെ കൂട്ടായ്മയ്ക്ക് മാത്രമേ ഈ പ്രതിസന്ധിയെ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ള കർഷകരെ, നമ്മുടെ സ്വത്തിനും ജീവനും ഉത്തരവാദപ്പെട്ടവർക്ക് സംരക്ഷണം തരാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് കർഷകർ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണത്തിന് വേണ്ടി തോക്കിന് ലൈസൻസിന് വേണ്ടി അപേക്ഷിക്കണം. സർക്കാർ കർഷകർക്ക് അത് ചെയ്തു കൊടുക്കണം. കാരണം സർക്കാരിനെ കൊണ്ട് അവരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ പറ്റുന്നില്ല എങ്കിൽ സ്വയം സംരക്ഷണത്തിനുള്ള അവകാശം കർഷകനുണ്ട്. അതിനുള്ള സാഹചര്യം സർക്കാർ ഒരുക്കേണ്ടതുണ്ട്. ഇവിടെ ഉള്ള തോക്കുകളും കൂടി പോലീസ് സ്റ്റേഷനിൽ മേടിച്ച് ചാരി വെപ്പിച്ചിരിക്കുകയാണ്. ആ തോക്കുകൾ തിരിച്ചു കൊടുത്തിട്ടില്ല. തൽഫലമായി സംഭവിച്ചതെന്താ? ഈ കാട്ടുപന്നിയെ വെടിവെച്ചോളാൻ പറഞ്ഞു, തോക്കെല്ലാം മേടിച്ച് പോലീസ് സ്റ്റേഷനിൽ വെച്ചിരിക്കുന്നു. എന്ത് ആയുധം കൊണ്ട് വെടിവെക്കുമെന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്? ഈ ദയനീയാവസ്ഥകൾക്ക് നൈയാമികമായ പരിഹാരം കാണാൻ ഉത്തരവാദപ്പെട്ട സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സത്വരമായ നടപടി ഉണ്ടാകണം എന്ന് സ്നേഹപൂർവ്വം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ പ്രിയ സഹോദരങ്ങൾ ആറളം ഫാമില് കാട്ടാനയുടെ കലിക്കിരയാകുമ്പോൾ അത് പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരാൻ നമ്മുടെ ജനപ്രതിനിധിയായ പ്രിയപ്പെട്ട സണ്ണി ജോസഫ് ഉപവാസത്തിനിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവിടെ വരേണ്ടത് ഈ മലയോര ജനതയുടെ മകൻ എന്ന നിലയിൽ എന്റെയും ഉത്തരവാദിത്വമായി ഞാൻ കരുതി. പലരും എന്നോട് പറഞ്ഞു, പിതാവ് അവിടെ പോകാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ച് എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്താനും പിന്തിരിപ്പിക്കാനും ശ്രമിച്ചു. പക്ഷേ എനിക്കിതിൽ രാഷ്ട്രീയമില്ല. എന്റെ നിലപാട് എന്ന് പറയുന്നത് ഏതൊരു മലയോര കർഷകൻ എവിടെയെല്ലാം അവഗണിക്കപ്പെടുമോ, എവിടെയെല്ലാം അവന്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുവോ, ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി ഈ മലയോര കർഷകന്റെ പക്ഷത്ത് നിൽക്കാൻ ഞാൻ പ്രതിബദ്ധത കാണിക്കും. കാരണം എന്റെ സിരകളിൽ ഒഴുകുന്നത് ഈ മലയോര കർഷകന്റെ ചോരയാണ് എന്നുള്ളത് കൊണ്ട് മലയോര കർഷകന്റെ പക്ഷത്ത് നിൽക്കാൻ ആരുടെയും ആശീർവാദം എനിക്ക് അനുബന്ധമായ ആവശ്യമില്ല എന്നുകൂടി സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ പ്രതിസന്ധികള് നിയമസഭയിൽ പലവട്ടം ഉന്നയിച്ചവരാണ് നമ്മുടെ ബഹുമാനപ്പെട്ട 2 MLA-മാർ ഇവിടെയുള്ളവര്. ബഹുമാനപ്പെട്ട സണ്ണി ജോസഫും സജീവ് ജോസഫും മറ്റ് പല MLA-മാരും അത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അവർക്കെല്ലാം അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ ഒരു പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണാൻ ബഹുമാനപ്പെട്ട കേരള സർക്കാരിന് പറ്റുന്ന കാര്യങ്ങൾ അവരും കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നതിന് നാം എല്ലാവരും ഒരു മനസ്സോടെ നിന്ന് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുത്ത് നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം, നമ്മുടെ സഹോദരങ്ങൾക്ക് സംരക്ഷണം. പള്ളിയിൽ പോകുന്ന അമ്മ പെങ്ങന്മാര് പോലും വന്യമൃഗങ്ങൾക്ക് ഇരയാകുന്ന ഗതികേട് ഈ മലയോരത്തുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഈ പ്രതിസന്ധി അതിജീവിക്കാൻ നാം ഒരുമിക്കുന്നില്ല എങ്കിൽ പിന്നെ എപ്പോഴാണ് മലയോര കർഷകരെ നാം ഒരുമിക്കാൻ പോകുന്നത് എന്ന് മാത്രം ചോദിച്ചുകൊണ്ട് ഈ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എല്ലാ ഭാവുകങ്ങളും നേരുന്നു.
പ്രിയമുള്ളവരെ, ഞാന് ഒറ്റ വാക്ക് പിതാവിന് നന്ദി പറയുന്നതിന് വേണ്ടി മാത്രമാണ് നിൽക്കുന്നത്. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ദേവി, ഇരിക്കൂർ MLA പ്രിയങ്കരനായ സജീവ് ജോസഫ് തുടങ്ങിയ ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. പിതാവിന്റെ പ്രസംഗം നമ്മളുടെ മനസ്സിൽ തളർത്ത പ്രസംഗമാണ്. നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയ വികാരമാണ് പിതാവ് ഇവിടെ പ്രകടിപ്പിച്ചത്. ഈ കാർഷിക മേഖലയുടെ ജീവൽ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് നമ്മൾ ഒരാളാണ് ചരളിൽ ജനിച്ച് കിളിയന്ത്രയിൽ പഠിച്ച് ഇന്ന് തലശ്ശേരി അതിരൂപതയുടെയും അതുപോലെ എറണാകുളം രൂപതയുടെ അഡീഷണൽ ചാർജും വഹിക്കുന്ന നമ്മളുടെ പ്രിയങ്കരനായ പാമ്പ്ളാനി പിതാവിന് ഈ കൂട്ടായ്മയുടെ പേരിൽ നന്ദി പറയുന്നു. വ്യക്തിപരമായി എന്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. പിന്നെ ജനറാൾ അച്ഛനും വന്നിട്ടുണ്ട്. CB അച്ഛന് സംസാരിക്കാൻ സമയക്കുറവുണ്ട്. അച്ഛനും നന്ദി പറയും. ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ UDF ചെയർമാൻ PT മാത്യു, പ്രിയപ്പെട്ട കണ്ണൂർ ജില്ലാ UDF ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി, NCP മാണി സി കാപ്പൻ വിഭാഗം ജില്ലാ നേതാവ് പ്രിയപ്പെട്ട സാജി കൊല്ലപ്പറമ്പിൽ തുടങ്ങി ഇവിടെ എത്തിയ എല്ലാവരെയും ഈ സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ പ്രഭാഷണം നടത്തുന്നതിന് ജില്ലാ UDFന്റെ കൺവീനർ പ്രിയപ്പെട്ട അബ്ദുൽ കരീം ചേലേരി അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനായ ഇവിടെ ഈ ഉപവാസ സമരത്തിന് നേതൃത്വം നൽകുന്ന പേരാവൂരിലെ ജനകീയനായ MLA, UDFന്റെ കരുത്തനായ സാരഥി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അവർ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA, UDFന്റെ ജില്ലാ ചെയർമാൻ ശ്രീ PT മാത്യു, അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ, ശ്രീ മാധുക്കുട്ടി പന്തപ്പാക്കൽ, അഡ്വക്കേറ്റ് റോജി സെബാസ്റ്റ്യൻ, അഡ്വക്കേറ്റ് KR ഫിലിപ്പ്, N ബാബു, CB പാലാക്കുഴി തുടങ്ങി UDFന്റെ സമ്പന്നരായിട്ടുള്ള നേതാക്കൾ, ജനപ്രതിനിധികൾ, സഹോദരി സഹോദരന്മാർ, അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLAയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രഭാതത്തിൽ ഇത്തരമൊരു ഉപവാസ സമരം നടത്താനുണ്ടായിട്ടുള്ള സാമൂഹ്യ പശ്ചാത്തലത്തെ കുറിച്ച് നമുക്കെല്ലാം വളരെ വ്യക്തമായിട്ടറിയാം. ഇതിന്റെ വിവിധ വശങ്ങളെ കുറിച്ചും മലയോര കർഷകർ അഭിമുഖീകരിക്കുന്ന വലിയ പ്രതിസന്ധിയെ കുറിച്ചും ആ പ്രതിസന്ധികൾ എങ്ങനെ പരിഹരിക്കണം എന്നതിനെ കുറിച്ചൊക്കെ വളരെ പ്രൗഢമായി നമുക്കൊക്കെ ബഹുമാന്യനായ അഭിമന്യ പിതാവ് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ളാനി അവർ അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. കേരള സർക്കാർ ഒരു ജനതയോട് കാണിക്കുന്ന തികഞ്ഞ അവഗണനയുടെ ഫലമായി നമ്മുടെ പ്രദേശങ്ങളിൽ പാവപ്പെട്ട കർഷകർ, ആദിവാസി സഹോദരന്മാർ ആനയുടെ ചവിട്ടേറ്റും തൊഴിയേറ്റും മരിച്ചു വീഴാൻ തുടങ്ങിയിട്ട് 11 വർഷങ്ങളായി. 2014 ഏപ്രിൽ 20-നാണ് ആറളം ഫാമിലെ 13-ാം ബ്ലോക്കിൽ വെച്ച് മാധവി എന്ന ഒരു സഹോദരി ആനയുടെ ചവിട്ടേറ്റ് മരണപ്പെട്ടത്. 2025 എത്തി നിൽക്കുമ്പോ ഈ 11 കൊല്ലക്കാലത്തിനിടയിൽ 14 മനുഷ്യാത്മാക്കളാണ് ആനക്കലിക്ക് വിധേയരായി കൊല ചെയ്യപ്പെട്ടത് എന്ന് നമ്മൾ തിരിച്ചറിയാം.
ഓരോ മൃത്യു ഉണ്ടാകുന്ന സമയത്തും ഈ നാട്ടിലെ ജനപ്രതിനിധികൾ, കക്ഷിരാഷ്ട്രീയ നേതാക്കന്മാർ, രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ, നമ്മളെല്ലാം സർക്കാരിനോട് നിരന്തരമായി ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ബാധ്യതപ്പെട്ടിട്ടുള്ള സർക്കാർ അതിനനുസരിച്ച് ഉയർന്ന് പ്രവർത്തിക്കണം എന്നുള്ളതാണ്. അതിനുവേണ്ടി ഇവിടെ വേലികൾ പണിയണം, ആനമതിൽ പണിയണം എന്നുള്ള നമ്മുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. നമ്മുടെ KPCCയുടെ ആദരണീയനായ വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി സിദ്ദീഖ് കൂടി ഈ വേദിയിലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തെ സംഘാടക സമിതിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യും. ഓരോ മരണമുണ്ടാകുന്ന സമയത്തും അതിന് പരിഹാരമുണ്ടാക്കാനും ജനങ്ങളുടെ ജീവന് സംരക്ഷണം ലഭിക്കാനും ആവശ്യമായിട്ടുള്ള സത്വരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നമ്മൾ പറയുന്ന ഒക്കെ വനരോധനമായി കലാശിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഞാൻ ഓർക്കുന്നത് UDFന്റെ നേതൃത്വത്തിൽ തന്നെ സുമാർ ഒരു 1.5 വർഷം മുമ്പ് ഈ മലയോര മേഖലയിലെ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് ഐതിഹാസികമായിട്ടൊരു മാർച്ച് നമ്മൾ നടത്തുകയുണ്ടായി. നമ്മുടെ മുഖ്യമായിട്ടുള്ള ആവശ്യം ആനമതിൽ പണിയണം എന്നുള്ളതായിരുന്നു. നേരത്തെ അഭിനന്ദനായിട്ടുള്ള പിതാവ് സൂചിപ്പിച്ചതുപോലെ 2020 സർക്കാർ അത്തരത്തിൽ തത്വത്തിൽ ഒരു തീരുമാനമെടുത്തു. 10.5 കിലോമീറ്റർ നീളത്തിലാണ് ഈ ആനമതിൽ പണിയണമെന്ന് തീരുമാനിക്കപ്പെട്ടത്. എന്നാൽ ഈ 4 വർഷക്കാലത്തിനിടയിൽ ആകെ പണിതിട്ടുള്ള മതിലിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് കേവലം 4.5 കിലോമീറ്റർ മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയും. ആനമതിൽ പണിയുന്നതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി ഇനിയും 4 കിലോമീറ്ററിലധികം ദൂരത്ത് മരങ്ങൾ വെട്ടിമാറ്റേണ്ടതുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയും. 10.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ആനമതിൽ പണിയുന്നതിന് വേണ്ടിയുള്ള പ്രപ്പോസലിനകത്ത് ഈ 4 കൊല്ലക്കാലത്തിനിടയിൽ കേവലം 4 കിലോമീറ്റർ ദൂരത്തിൽ മാത്രമേ മതിൽ പണിയാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ സർക്കാർ ഇതിനോട് കാണിക്കുന്ന അങ്ങേയറ്റത്തെ ഗുരുതരമായിട്ടുള്ള അനാസ്ഥയാണ്, അവഗണനയാണ്. അതിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ നമ്മുടെ സഹോദരങ്ങൾ മരിച്ചു വീഴുന്നത് എന്ന് നമ്മൾ അറിയണം. അഭിനന്ദനായിട്ടുള്ള പിതാവ് ഇന്നലെ ഒരു യോഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഏഷ്യയിലെ ആദിവാസി പുനരധിവാസ മേഖലയിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള ഏരിയയാണ് ആറളം ഫാം. ആ ആറളം ഫാമിലേക്ക് കാടുകളിൽ കഴിയുന്ന ആദിവാസി സഹോദരങ്ങളെ സർക്കാർ ക്ഷണിച്ചുകൊണ്ട് വരികയാണ്, അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്രിയയുടെ ഭാഗമായിട്ട്. എന്നാൽ അവരുടെ ജീവനും സ്വത്തിനും അവർക്ക് സംരക്ഷണം നൽകാൻ ഈ സർക്കാരിന് കഴിയാതെ വരുമ്പോ സർക്കാർ സ്പോൺസർ ചെയ്തിട്ടുള്ള കൊലപാതകങ്ങളാണ് ഈ ആനക്കലിയിലൂടെ ഈ മേഖലയിൽ നടക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മളെ കുറ്റപ്പെടുത്താൻ കഴിയുമോ ഈ സർക്കാരിന്? അത്തരത്തിൽ നിരുത്തരവാദിത്വപരമായിട്ടൊരു സമീപനം എടുക്കും. 14 ആളുകൾ കൊല ചെയ്യപ്പെടുന്ന ഓരോ സന്ദർഭത്തിലും നമ്മൾ ആവശ്യപ്പെടുന്നത് അവരിൽ ഒരാൾക്ക്, അവരുടെ കൂട്ടത്തിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് സർക്കാർ ജോലി നൽകിയിട്ട് അവരെ സംരക്ഷിക്കണമെന്നാണ്. എത്ര ആളുകൾക്കാണ് ഈ സർക്കാർ ഇതിനകം ജോലി നൽകിയിട്ടുള്ളത്? 14 ആളുകൾ മരിച്ചിട്ട് ഒരാൾക്ക് പോലും ഈ സർക്കാരിന് ജോലി നൽകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ വനരോധനമായി കലാശിക്കുകയും അതൊക്കെ ജലരേഖകളായി മാറുകയും ചെയ്യുന്ന സമയത്ത് അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ മാത്രമേ ഇവിടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. വനവകുപ്പ് മന്ത്രിയെ കുറിച്ച് ഇന്നലെ MLA പറഞ്ഞു, ഞാനത് ഇവിടെ ആവർത്തിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രായത്തെ മാനിച്ചുകൊണ്ട് നമ്മളത് പറയരുത് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് പറയാതിരിക്കുക? മയക്ക് വെടിവെച്ച ഒരാളെ പോലെ ചില സമയങ്ങളിൽ മാത്രമായി അദ്ദേഹം
ഉണർന്ന് പ്രവർത്തിക്കുകയും അതോടുകൂടി അദ്ദേഹം വീണ്ടും ഈ രൂപത്തിലേക്ക് അധപ്പതിച്ചു പോവുകയും ചെയ്യുന്ന ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. കാടുകളിലേക്ക് പോകുന്ന ആദിവാസികളെ, സഹോദരങ്ങളെ പരിഹസിക്കുന്നതിന് വേണ്ട വാഴയാണ് വയനാട്ടിൽ അത്തരം ഒരു ദുരന്തമുണ്ടായപ്പോ നമ്മുടെ വനവകുപ്പ് മന്ത്രി ശ്രമിച്ചത്. എന്നിട്ട് ഞങ്ങൾ ഈ മേഖലയിൽ കഴിയുന്ന ആളുകളുടെ സംരക്ഷകരാണ്, അവർക്ക് വേണ്ടി വലിയ വായിൽ വർത്തമാനം പറയുന്നവരാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ചില പാചോപടങ്ങൾ നടത്തുന്നു എന്നതിനപ്പുറത്ത് ഈ സർക്കാരിനും ഈ മന്ത്രിക്കുമൊന്നും ജനങ്ങളുടെ കാര്യത്തിൽ, പാവപ്പെട്ട ആദിവാസികളുടെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ആകുലതയുമില്ല, ആശങ്കയുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് ഇവിടെ സണ്ണി ജോസഫ് MLA അദ്ദേഹം കേരളത്തിന്റെ നിയമസഭയിൽ എത്ര തവണയാണ് ഈ ആനമതിൽ പണിയുന്നതുമായി ബന്ധപ്പെട്ടും ഈ വന്യമൃഗങ്ങളിൽ നിന്ന് പാവപ്പെട്ട മനുഷ്യരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ നിയമസഭയിൽ സബ്മിഷനുകളും മറ്റും ഉന്നയിച്ചത് എന്ന് നമുക്കറിയാം. പക്ഷേ അതൊന്നും മുഖവിലക്കെടുക്കാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല എങ്കിൽ ഈ സർക്കാരിനെ കൊണ്ട് മുഖവിലക്കെടുപ്പിച്ച് അത് തിരുത്തുന്നത് വരെയുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് UDFന്റെ നേതൃത്വത്തിൽ, ബഹുമാനരായിട്ടുള്ള MLA-മാരുടെ നേതൃത്വത്തിൽ ഈ ജില്ലയിൽ ശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കേണ്ടി വരും. അതിന്റെ നാന്ദിയായി ഈ ഉപവാസ സമരം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട് ഈ ഉപവാസ സമരത്തിന് നേതൃത്വം നൽകുന്ന അഭിനന്ദനായിട്ടുള്ള നമ്മുടെ MLA ശ്രീ സണ്ണി ജോസഫ് അവർകളെ ഈ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയംഗമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് UDF, ജയ് ഭാരത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ഉപവാസ സമരത്തിന് അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റ്, മലയോര മേഖലയിലെ മടിത്തട്ടായ കൽപ്പറ്റ MLA, വയനാട് ദുരിത സമയത്തൊക്കെ കേരളത്തിന്റെ മനസ്സ് അദ്ദേഹത്തിലേക്ക് ചെന്നു. അത്രയും നല്ല രീതിയിൽ അദ്ദേഹം ആ കാര്യങ്ങളും മലയോര മേഖലയുടെ വിഷയങ്ങളും ഒക്കെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുവാനും കേരളത്തിന്റെ നിയമസഭയിൽ പൂർണ്ണമായ പിന്തുണ പ്രിയപ്പെട്ട TC ടീക്കും അതുപോലെ തന്നെ സജി ജോസഫും ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ട MLA-ക്ക് നൽകുന്ന ആ പ്രിയപ്പെട്ട സിദ്ദീഖ് MLA-യെ ഞാൻ ഈ വേദിയിൽ അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കും. ഏറെ പ്രിയപ്പെട്ട അധ്യക്ഷൻ, UDF-ന്റെ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ ഇബ്രാഹിം മുണ്ടേരി, ഏറെ ബഹുമാന്യരും ആദരണീയരുമായ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ബഹുമാന്യനായ MLA ശ്രീ സജീവ് ജോസഫ്, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട സംസ്ഥാന ജില്ലാ നേതാക്കൾ, UDF-ന്റെ പ്രിയപ്പെട്ട ഭാരവാഹികൾ, ഏറെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, കഴിഞ്ഞ ദിവസം ആറളത്ത് കേരളത്തെ ഏറെ വേദനിപ്പിച്ച ആദിവാസി ഗോത്ര സമൂഹത്തിൽപ്പെട്ടതായ